നമസ്തേ, ജനക്ഷേമത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ ഭാരതം അതിവേഗം മുന്നേറുകയാണല്ലോ. എന്നാൽ ഈ വളർച്ചയ്ക്ക് തടസ്സമാകുകയാണ് സൈബർ ലോകത്തെ തട്ടിപ്പ് സംഘങ്ങൾ. ഇവരെ കുടുക്കാൻ കേന്ദ്ര സർക്കാർ ഇതിനകം വല വിരിച്ചു കഴിഞ്ഞു. ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള സൈബർ തട്ടിപ്പുകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നതിനെക്കുറിച്ചാണ് ഇത്തവണ ജനക്ഷേമം പരിശോധിക്കുന്നത്. ലോട്ടറി അടിച്ചു, ഇൻസ്റ്റന്റ് ലോൺ, വീട്ടിൽ നിന്നും പണം സമ്പാദിക്കാം. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെയോ ഫോൺ കോളുകളിലൂടെയോ പ്രൊമോട്ട് ചെയ്യുന്ന വേഗത്തിലുള്ള പണമിടപാട് പദ്ധതികൾ എന്നിങ്ങനെയുള്ള പ്രലോഭനകരമായ അവസരങ്ങൾ സൈബർ കുറ്റവാളികൾ ഒരുക്കിയ കെണികളായിരിക്കാം. ഇതിൽ വീണു പോകരുത്. അത്തരം സംഭവങ്ങൾ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 അറിയിക്കുക. ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചത്. നമസ്കാരം. ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ സാക്ഷരത. ഇത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ദിവസങ്ങളിൽ. നമ്മളെല്ലാവർക്കും അറിയാം സാക്ഷരത എന്നാൽ എന്താണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഡെഫിനിഷനുണ്ട് സാക്ഷരതയ്ക്ക് വേണ്ടി. അതിതാണ്: ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരും വിലാസവും എഴുതാനും വായിക്കാനും അറിയുമെങ്കിൽ അദ്ദേഹത്തിന് ലിറ്ററേറ്റ് എന്ന് പറയും ആക്ച്വലി. പക്ഷേ അത് 2 മാസങ്ങൾക്ക് മുന്നേ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒരു ഡെഫിനിഷൻ അവരൊന്ന് റീഡിഫൈൻ ചെയ്തു, ഒന്ന് മാറ്റി. അതിതാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ അതല്ലാതെ കുറച്ച് ക്രിട്ടിക്കൽ സ്കിൽ കൂടെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് ഫൈനാൻഷ്യൽ ലിറ്ററസി. ഇതും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു മനുഷ്യന് ലിറ്ററേറ്റ് എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ നമ്മളെല്ലാവരും ഡിജിറ്റൽ ലിറ്ററേറ്റ് ആയിരിക്കണം. कोई भी जांच एजेंसी फोन कॉल या वीडियो कॉल पर पूछताछ कभी भी नहीं करती. मैं आपको डिजिटल सुरक्षा के 3 चरण बताता हूँ. ये 3 चरण है: रुको, सोचो, एक्शन लो. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വളരെ വലിയ ഫ്രോഡാണ് ഡിജിറ്റൽ അറസ്റ്റ്. അതിനെ ഡിജിറ്റൽ ഡീറ്റൻഷൻ എന്നും പറയും. അതിൽ ഒത്തിരിയേറെ ആൾക്കാർ വളരെ വലിയ എമൗണ്ടിൽ വിക്ടിമായിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഫോൺ ഇങ്ങനെ അഥവാ വന്നാൽ, ഈ ഒരു അറസ്റ്റിന് വേണ്ടി വന്നാൽ, നമ്മളത് ഒരു റെക്കോർഡർ മെസ്സേജ് ആവാം, അതിലെടുത്തതിന് ശേഷം അത് നിങ്ങൾ പറയും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോലീസിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. ഒരു 9 നമ്പർ പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോൺ നമ്മൾ ഓഫീസിലോട്ട് സംസാരിക്കാം. നമ്മൾ 9 പ്രസ് ചെയ്യുമ്പോൾ ഈ ക്രൈം ചെയ്യുന്ന വ്യക്തിക്ക് മനസ്സിലായി ഇദ്ദേഹം ഈ എടുത്ത ആൾ കുറച്ച് പാനിക്കായി. ആ ആൾ നമ്മളൊരു പൊട്ടൻഷ്യൽ വിക്ടിം, ഇയാളെ നമുക്ക് ഇയാൾ നമുക്ക് പൈസ നമുക്ക് എടുക്കാം ഒക്കും. നമ്മൾ ആ പ്രസ് 9 ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഇതാണ്: നിങ്ങളിങ്ങനെ ഫോൺ വരുമ്പോൾ തീർച്ചയായിട്ടും അത് റെക്കോർഡ് മെസ്സേജ് ആണെങ്കിൽ അപ്പോൾ തന്നെ അത് ഡിസ്കണക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ബ്ലോക്ക് ആൻഡ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ നമ്മുടെ മൊബൈലിൽ എല്ലാവർക്കും ഇപ്പോൾ ഉണ്ട്, ബ്ലോക്ക് ആൻഡ് റിപ്പോർട്ട്. അപ്പോൾ ആ മൊബൈൽ നമ്പർ നമ്മൾ 10-20 പേര് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ നമ്പർ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ നമ്പർ അവർ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ക്രിമിനൽ നമ്പർ അവർ സ്റ്റോപ്പ് ചെയ്യും. ഒരു സൈബർ ക്രൈം സംഭവിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ആ ക്രൈം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം പോലീസിന്. അതിൻ്റെ നമ്പർ ഇതാണ്: 1930 1930 എന്ന നമ്പറാണ്. ഈ ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നാഷണൽ ടോൾ ഫ്രീ നമ്പറാണ്. കാരണം ഇന്ത്യയിൽ എവിടെ നിന്നും വിളിച്ച് അറിയിക്കാനുള്ളൊരു നമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാധാരണ ഇപ്പോൾ പല ക്രൈംസ് ഇങ്ങനെ കൂടുന്ന കാരണം പല സമയങ്ങളിൽ ആ നമ്പർ നമുക്ക് എൻഗേജ് ആയിട്ട് കിട്ടും. ചില സമയങ്ങളിൽ റിങ് പോവും, അതിലെടുക്കില്ല, ചിലപ്പോൾ റെസ്പോൺസ് കിട്ടില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഒരുപാട് സമയം വേസ്റ്റ് ആക്കാതെ, കാരണം ഈ സൈബർ ക്രൈമിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ ഫസ്റ്റ് 1 അവർ, ആദ്യത്തെ 1 മണിക്കൂറാണ് അതിൻ്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 1 മണിക്കൂറിനകം നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പോയ പൈസ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്രയും പറയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ 1930 നിങ്ങൾ വിളിക്കുമ്പോൾ ആയി കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബിസി ആണെങ്കിൽ, നമ്മൾ ആ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മളെ
സൈബർ ക്രൈം എന്നൊരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൻ്റെ പേര് ഇതാണ്, അതിൻ്റെ വെബ്സൈറ്റ് ഇതാണ് cybercrime.gov.in. ഈ സൈറ്റിൽ നമ്മൾ പോയിട്ട് എത്രയും പെട്ടെന്ന് സൈബർ ക്രൈം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് കാര്യങ്ങളും ഐഡിയും റെസിപ്റ്റൊക്കെ കിട്ടും. കിട്ടിയതിന് ശേഷം പല ആൾക്കാരും വിചാരിക്കുന്നത് ഈ ഓൺലൈൻ കംപ്ലയിൻറ്റ് ചെയ്താൽ എൻ്റെ ഇത് കംപ്ലയിൻറ്റ് പൂർത്തിയാവും. അല്ല, ഓൺലൈൻ കംപ്ലയിൻറ്റ് മാത്രം ചെയ്താൽ പോരാ. നമുക്ക് ആ കംപ്ലയിൻറ്റ് ചെയ്തതിന് ശേഷം അന്നോ അതിൻ്റെ പിറ്റേന്നോ അല്ലെങ്കിൽ 1 ദിവസത്തിനകത്ത് തന്നെ നമുക്ക് നമ്മളുടെ ഏറ്റവും അടുത്തുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അവിടെ പോകേണ്ടി വരും. നമ്മുടെ ID കാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്നിട്ട് നമ്മൾ ഈ സൈബർ ക്രൈമിൻ്റെ ആ റെസിപ്റ്റും നമ്മുടെ ഫോട്ടോ IDസും എല്ലാം സൈബർ സെല്ലിൽ പോയിട്ടും നമുക്ക് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ കംപ്ലയിൻറ്റ് പൂർത്തിയാവൂ. cybercrime.gov.in എന്നുള്ളൊരു പോർട്ടലിനെ പറ്റി പറഞ്ഞായിരുന്നു. അത് ഒരു കംപ്ലയിൻറ്റ് ചെയ്യാൻ മാത്രമല്ല, അതിൽ വേറെ പല ഇനിഷ്യേറ്റീവ്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്കൊരു ഫ്രോഡ്സ്റ്റേഴ്സ് ലുക്കപ്പ് എന്നാണ് പറയുന്നത്. ഫ്രോഡ്സ്റ്റേഴ്സ് ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനലിൻ്റെ പറ്റിയുള്ള നമുക്ക് സെർച്ച് ചെയ്യാൻ നോക്കും. അതിൽ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫോൺ പറയുകയാണെങ്കിൽ ആ നമ്പർ എനിക്ക് അതിൽ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യാം. ഈ നമ്പറിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ, ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് നമ്പർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കും. സൈബർ ക്രൈംസ് ഇന്ന് വളരെയേറെ വർദ്ധിക്കുന്നൊരു കാലമാണ്. അതിൻ്റെ കാരണം, ഏറ്റവും പ്രധാന കാരണം മൊബൈലാണ്. ഇന്ന് മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. അതിൽ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് മൊബൈൽ വേണം. ഒരു വാക്സിൻ എടുക്കണമെങ്കിൽ ഒരു മൊബൈൽ വേണം. ഞാനൊരു 3 വർഷമായിട്ട് കുറച്ച് RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ, ഞാൻ RBIയുമായിട്ട് ചോദിക്കുന്നു. ഇത്രയൊക്കെ ഫ്രോഡ് നടന്നു എന്നായിരുന്നു ഞാൻ ചോദിച്ചത് RBIയോട്. അപ്പോൾ 2022 പറഞ്ഞൊരു ഫിഗർ 154 കോടിയായിരുന്നു. പക്ഷേ 2023 ആയപ്പോൾ അത് 11,000 കോടിയായി. ഇതെല്ലാം റിപ്പോർട്ടഡ് ക്രൈംസാണ്. പല ക്രൈംസും റിപ്പോർട്ട് പോകാതെയുണ്ട്. റിപ്പോർട്ടഡ് ക്രൈംസ് ആണ് ഈ 11,000 കോടി എന്ന് ഞാൻ പറഞ്ഞത്. കേന്ദ്ര സർക്കാർ ഒരു കാര്യം കൂടെ അവർ നിലവിൽ കൊണ്ടുവരാൻ പോകുന്ന ഇതാണ്. എന്നാൽ ഈ ബാങ്കിൽ നിന്ന് വരുന്ന കോൾസ് എല്ലാം 160 എന്ന് തുടങ്ങുന്ന നമ്പർ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ നമ്പർ വേറെ സാധാരണ വ്യക്തിക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഫോൺ വരുമ്പോൾ 160 ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ച് ആ കോൾ എടുക്കാൻ നോക്കും. പിന്നെ വേറൊരു കാര്യം, സാധാരണ ബാങ്ക്സ് ഒരിക്കലും നമുക്ക് ഫോൺ ചെയ്യില്ല. ചുമ്മാ അതൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടി നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ആക്കണം, നിങ്ങൾ OTP തരണം, നിങ്ങളുടെ കാർഡ് നമ്പർ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരിക്കലും ഫോൺ ചെയ്യാറില്ല. അത് ബാങ്ക് തന്നെ പലപ്പോഴും നമുക്ക് അത് അറിയിക്കുന്നതാണ് ആ കാര്യങ്ങൾ. എൻ്റെ ഒരു ഫോട്ടോ ID കോപ്പി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ഒരു സിം എടുക്കാൻ കഴിയും. അദ്ദേഹത്തിന് എൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ IDs വെളിയിൽ പോയാലും അതും വളരെ അപകടമാണ്. അപ്പം ഒരു സാധാരണ മൊബൈൽ യൂസറിന് അദ്ദേഹത്തിന് സുരക്ഷിതരായിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ബേസിക് അറിഞ്ഞിരിക്കേണ്ടത്, അതിനാണ് നമ്മൾ ഈ സൈബർ സിലബസ് എന്ന് പറയുന്നത്. ആക്ച്വലി അതിൽ ഏകദേശം ഒരു 8-9 ടോപ്പിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേതാണ് ഡിവൈസ് ക്രൈം ആൻഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും മൊബൈൽ ഡിവൈസ് ഉണ്ട്. നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുന്നത് മുതൽ എൻ്റെ കയ്യിലൊരു പുതിയ ഹാൻഡ്സെറ്റ് വരുന്നത് മുതൽ ഞാൻ അണ്ടർ ത്രെട്ടാണ്. എന്താണ് ഹാക്കിംഗ്? ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മൊബൈലിൻ്റെ കൺട്രോൾ മറ്റൊരു വ്യക്തിക്ക് കിട്ടി, അതിനാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ മൊബൈൽ ഡിവൈസ് നമുക്ക് എങ്ങനെ സുരക്ഷിതമാക്കി വയ്ക്കാം, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഈ ഡിവൈസ് ക്രൈം. പിന്നെ ഒരു മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്? അതിലാദ്യം വേണ്ടത് മൊബൈലിൻ്റെ ഒരു നമ്പറുണ്ട്. മൊബൈൽ നമ്പർ അതിന് നമ്മൾ ടെക്നിക്കലായിട്ട് പറയുന്നത് IMEI നമ്പർ എന്ന് പറയും, ഇൻ്റർനാഷണൽ മൊബൈൽ ഇക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി. സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അതിനെ പറയുന്നത് മൊബൈലിൻ്റെ ആധാർ നമ്പർ. ഓക്കെ, അപ്പോൾ മൊബൈൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ആ മൊബൈലുള്ള നമ്പർ എന്താണെന്നുള്ളത്. അതിൽ കാരണം ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഈ എന്തെങ്കിലും ഒരു ക്രൈം നടന്നാൽ പോലീസ് നമ്മൾ പറയും ഇങ്ങനെ പോലീസ് ആ മൊബൈൽ ലൊക്കേറ്റ് ചെയ്തു അല്ലെങ്കിൽ ട്രേസ് ചെയ്തു,
അതെങ്ങനെയാണ്? ആ മൊബൈലിലുള്ള IMEI നമ്പർ മുഖാന്തരമാണ്. കാരണം ഒരു മൊബൈലിൽ സിം ഇല്ലെങ്കിൽ മൊബൈൽ വർക്ക് ചെയ്യും, പക്ഷേ IMEI നമ്പർ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ IMEI നമ്പർ, ഈ IMEI നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സാധാരണ ക്രിമിനൽസ് അവർ പല ക്രൈം നടത്താൻ വേണ്ടിയും മൊബൈൽ ഹാൻഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് ആ ഹാൻഡ്സെറ്റിൽ ക്രൈം ചെയ്തതിന് ശേഷം ആ ഹാൻഡ്സെറ്റ് അവർ കളയും, അല്ലെങ്കിൽ അവർ പല മാർക്കറ്റിൽ അവർ റീസെയിൽ ചെയ്യും. ആ റീസെയിൽ ചെയ്യുന്ന മൊബൈൽ ഹാൻഡ്സെറ്റ് ഒരു പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് നമ്മളുടെ കയ്യിലെത്താം. അപ്പം നമുക്ക് ആ ഹാൻഡ്സെറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ IMEI നമ്പറാണ്. IMEI നമ്പർ എന്ന് പറഞ്ഞാൽ ആ മൊബൈലിൽ നമ്മളൊരു നമ്പർ അടിക്കുമ്പോൾ *#06# എന്നടിക്കുമ്പോൾ ആ മൊബൈലിൽ അതിൻ്റെ IMEI നമ്പർ എന്താണെന്ന് വരും. ആ നമ്പർ, അത് മാത്രമല്ല ആ നമ്പർ നമുക്ക് ഒരു ബില്ലും കടയിൽ നമുക്ക് ബില്ലും കിട്ടും മൊബൈലിൻ്റെ. ആ ബില്ലിലും ഈ IMEI നമ്പർ എഴുതിയിട്ടുണ്ട്. ഈ മൊബൈലിലുള്ള IMEI നമ്പർ, ബില്ലിലുള്ള നമ്പർ, നമ്മുടെ മൊബൈൽ ബോക്സിലും IMEI നമ്പർ, ഇത് മൂന്നും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ IMEI നമ്പർ നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ IMEI നമ്പറിൻ്റെ കൂടെ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടോ, ഒരു ക്രിമിനലിൽ നിന്ന് വന്ന ഒരു മൊബൈൽ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് നമ്മൾ പറയുന്നത് CEIR.gov.in എന്നത് സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ. ഇതിൽ നമ്മൾ പോയതിന് ശേഷം ഇതിൽ നമുക്ക് നമ്മളുടെ IMEI നമ്പർ ടൈപ്പ് ചെയ്ത് ചെക്ക് ചെയ്യാം. ഈ IMEI നമ്പർ വാലിഡ് IMEI നമ്പർ ആണോ? വാലിഡ് എന്ന് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ മൊബൈൽ വാങ്ങിക്കാൻ നോക്കുക. അത് വാലിഡ് അല്ല എങ്കിൽ നമുക്ക് ആ മൊബൈൽ തിരികെ ഏൽപ്പിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ഈ IMEI നമ്പർ ക്ലിയർ അല്ല, എന്തോ ഒരു ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ആ IMEI നമ്പർ ഇൻവോൾവ് ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് IMEI നമ്പർ ചെക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു വെരിഫിക്കേഷനാണ് IMEI വെരിഫിക്കേഷനാണ് നമ്മളതിനെ ടെക്നിക്കലി പറയുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ മൊബൈൽ ഹാൻഡ്സെറ്റ് വാങ്ങിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം. ഒരു പക്ഷേ ഒരു മൊബൈൽ ഒന്ന് കളഞ്ഞു പോയാൽ അതും കാരണം നമ്മുടെ മൊബൈലിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ, നമ്മുടെ വാട്സാപ്പ്, നമ്മളെ ഫോട്ടോസ്, നമ്മളെ ബാങ്ക്സ്, നമ്മളെ പാസ്വേഡ്സ്, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അറിയാവുന്ന പല കാര്യങ്ങളും നമ്മുടെ മൊബൈലിലാണ് സേവ് ചെയ്യുന്നത്. അത് കളഞ്ഞു പോയാൽ നമുക്ക് ഏറ്റവും ഒരു പ്രധാനമായ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് നേരത്തെയൊക്കെ ആണെങ്കിൽ ഒരു മൊബൈൽ കളഞ്ഞു പോയാൽ ഏറ്റവും പെട്ടെന്ന് നമ്മൾ പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നായിരുന്നു നേരത്തെ പറഞ്ഞത്. കാര്യം അവരത് ബ്ലോക്ക് ചെയ്യും ആ മൊബൈൽ. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിൻ്റെ ഒരു പ്രൊവിഷൻ തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ CEIR സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ മൊബൈൽ സ്വയം തന്നെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ നടക്കും വീട്ടിലിരുന്ന്. നിങ്ങൾക്ക് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. അഫ്കോഴ്സ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്താലേ ഒക്കെ പോലീസിൽ നമ്മൾ ആ CEIR സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാം. അത് ഈ ഒരു സൈറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് IMEI നമ്പർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും IMEIയും ടൈപ്പ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മൊബൈൽ ബ്ലോക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ മൊബൈൽ കളഞ്ഞു പോയാൽ ആദ്യം ചെയ്യേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കേണ്ടതാണ്. കാരണം ഈ CEIR സൈറ്റിൽ പോകുമ്പോൾ അതിലൊരു OTP വരും. നിങ്ങൾ ഏത് മൊബൈൽ നമ്പറിലാണോ ആ നമ്പറിൽ OTP വരും. ആ OTP ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മൊബൈൽ ബ്ലോക്ക് ചെയ്യാൻ നോക്കൂ. അപ്പോൾ മൊബൈൽ കളഞ്ഞു പോയാൽ ആദ്യം വേണ്ടത് ഡ്യൂപ്ലിക്കേറ്റ് സിം. ആ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തതിന് ശേഷം നമുക്ക് ഈ CEIR എന്ന പോർട്ടലിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ്സെറ്റ് ബ്ലോക്ക് ചെയ്യാൻ നോക്കും. ബ്ലോക്ക് ചെയ്താൽ പിന്നെ മറ്റൊരാൾക്കും ആ ഹാൻഡ്സെറ്റ് ആ മൊബൈൽ ഉപയോഗിക്കാൻ ഒക്കില്ല ടെക്നിക്കലി. അതാണ് അതിൻ്റെ ഒരു മൊബൈൽ കളഞ്ഞു പോയാൽ എന്താണ്. സൈബർ തട്ടിപ്പുകളിൽ ഏറെയും നടക്കുന്നത് ഇമെയിലുമായി ബന്ധപ്പെട്ടാണ്. അനാവശ്യ ആപ്പുകളും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കുന്നു. With the rapid increase of tech use, data protection as well as cyber security become very, very important. Our youth can play a big role in devising robust cyber security solutions. These solutions can effectively vaccinate digital products against cyber attacks and viruses.
രണ്ടാമത്തെ ടോപ്പിക് നമ്മൾ പറയുന്നത് ഇമെയിൽ ക്രൈംസ് ആൻഡ് സെക്യൂരിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു, മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടാണ്, സാധ്യമല്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് ഇമെയിൽ ക്രൈംസ്, ഒരു ഇമെയിൽ ഇല്ലാതെയും ഒരു മനുഷ്യന് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ ബാങ്കിൽ പോയി അല്ലെങ്കിൽ ATM പോയി പൈസ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് SMS-ൻ്റെ കൂടെ ഇമെയിലും വരും. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ സബോർഡിനേറ്റ് ബാങ്ക്സിനും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കസ്റ്റമറിനെ SMS മാത്രമല്ല ഇമെയിൽ മുഖാന്തരവും അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്പർ 1. നമ്പർ 2, നമ്മൾ ഈ മൊബൈലിൽ നമ്മളൊന്ന് സൂക്ഷ്മമായി നോക്കിയാൽ എല്ലാ കാര്യങ്ങളും മൊബൈൽ നമ്പറിലും ഇമെയിലിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മളോട് നമ്മുടെ നമ്പർ ചോദിക്കും, ഫോൺ നമ്പർ. അത് മാത്രമല്ല, നമ്മൾ ഇമെയിലും ചോദിക്കും. അതുപോലെ നമ്മളൊരു ബാങ്കിൽ പോകുമ്പോഴെങ്കിൽ അവിടെയും മൊബൈൽ നമ്പറും ഇമെയിൽ അഡ്രസ്സും ചോദിക്കും. നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ എന്തൊക്കെ നമ്മൾ എടുത്താലും എല്ലാത്തിലും മൊബൈൽ നമ്പറും ഇമെയിലും അതിൽ ബന്ധപ്പെട്ട് കിടക്കും. ഇപ്പോൾ ഒരാളുടെ മൊബൈലിലുള്ള ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എനിക്കറിയാമെങ്കിൽ എനിക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് മൊബൈലിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ വരും. ഒന്നുകൂടെ ഒന്ന് വിശദമാക്കാം. നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എനിക്കറിയാമെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ പൈസ എനിക്ക് എടുക്കാൻ നോക്കും. അത്രയും ടെക്നിക്കാലിറ്റി ഇമെയിലുണ്ട്. അപ്പം നമുക്ക് ഇമെയിലും വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ് ഈ ഒരു ഇതിൽ. അപ്പോൾ ആ ഇമെയിൽ നമുക്ക് എങ്ങനെ സുരക്ഷിതമാക്കാം, എന്തെല്ലാം കാര്യങ്ങളാണ്, ഏതെല്ലാം സെറ്റിങ്സാണ് നമ്മൾ ചെയ്യാനുള്ളത്, അത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇമെയിലിനെ നമുക്ക് എങ്ങനെ സുരക്ഷിതമാക്കി വെക്കാം എന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ഒരു പോയിന്റ്. കാരണം ഒത്തിരിയേറെ മെയിൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും ഒന്നും നോക്കാതെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ അങ്ങനെ കളയരുത്. അതൊരു പക്ഷേ നമ്മൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ അതൊരു അറ്റാക്ക് ആവാം. സൈബർ ഫീൽഡിൽ നമ്മൾ പറയുന്നത് അതിന് ഇമെയിൽ ബോംബിങ് അറ്റാക്ക് എന്ന് പറയും. അങ്ങനെ അറ്റാക്ക് ആവാം. നമുക്ക് ഇങ്ങനൊരു മെയിൽ വരുമ്പോൾ, ഒത്തിരിയേറെ മെയിൽ വരുമ്പോൾ നമ്മളത് ഇഗ്നോർ ചെയ്യരുത്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ളതാണ്, അത് എന്തുകൊണ്ട് വരുന്നു ആ ഇമെയിൽസ്, അതാണ് എനിക്ക് പറയാനുള്ള കാരണം നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കുന്നത് ഒറ്റ ഇമെയിൽ അഡ്രസ്സാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ ബാങ്കിങ്ങിനും വേണ്ടി വേറെ ഇമെയിൽ അഡ്രസ്സ് ആവണം, ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ആയാലും അല്ലെങ്കിൽ വാട്സാപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള പല ഇതിന് വേണ്ടി നമ്മൾ വേറൊരു ഇമെയിൽ അഡ്രസ്സും, ബാങ്കിങ്ങും അതിൻ്റെ കൂടെ നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓഫീസിൽ എനിക്ക് എൻ്റെ ഇമെയിൽ അങ്ങനെയൊക്കെയുള്ള അതിന് വേണ്ടി ഒരു വേറൊരു ഇമെയിലും ഉപയോഗിക്കണം. സേഫ് ബാങ്കിങ് അല്ലെങ്കിൽ സേഫ് ബാങ്കിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഞാൻ നേരത്തെ ഒരു ഫിഗർ പറഞ്ഞായിരുന്നു, 16,000 കോടി ക്രൈം ഫ്രോഡ്സ് നടന്നുള്ളത്. അതിൽ ഒരു 70-75% നടന്നത് UPI പേയ്മെൻറ്റ്സ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, ഭീം, പേടിഎം ഇങ്ങനെയുള്ള ഇതിനാണ് നമ്മൾ UPIs എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ UPIs ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, പല ആൾക്കാരും ചോദിക്കും, സർ ഈ ഗൂഗിൾ പേ ഒക്കെ സേഫ് ആണോ? അതിൻ്റെ ഉത്തരം എനിക്കിതാണ്, ഗൂഗിൾ പേ സേഫാണ്, ഫോൺ പേയും സേഫാണ്, എല്ലാം സേഫാണ്. പക്ഷേ നിങ്ങളുടെ മൊബൈൽ അത് സേഫല്ല. കാരണം നിങ്ങളിപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ എത്രയേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഒരു 50-60 ആപ്ലിക്കേഷൻസ് കാണും. പക്ഷേ എല്ലാത്തിനെ പറ്റിയും നിങ്ങൾക്ക് അതിൻ്റെ അറിവില്ല. നിങ്ങൾക്ക് വാട്സാപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 1-2 ആപ്സ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ആവാം, ബാക്കിയുള്ളത് നിങ്ങൾ പറയുന്നത് അത് കമ്പനി ആപ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മൊബൈൽ കമ്പനിയുടെ ആപ്സ് ആകാം. അങ്ങനെയല്ല, നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ മൊബൈലിൽ എത്ര ആപ്സ് ഉണ്ടോ, ആ ആപ്സ് എന്താണ്, ആപ്സ് എന്തിനു വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തു, അതിൻ്റെ പർപ്പസ് എന്താണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുടെ ഫോണിൽ UPI അല്ലെങ്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ ആ ഫോൺ പേയുടെ കൺട്രോൾ വേറെ ആപ്പിന് എടുക്കാൻ നോക്കും. അതിന് നമ്മൾ വേണമെങ്കിൽ സ്പൈ ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. വേറെ സ്പൈ ആപ്പിന് എടുക്കാം. ആ സ്പൈ ആപ്പ് മുഖാന്തരം നിങ്ങളുടെ ഫോൺ പേയിൽ അല്ലെങ്കിൽ ഗൂഗിൾ പേയിൽ കയറിയിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാൻ ഈസിലി കഴിയും. ഇപ്പോൾ നടന്ന മറ്റൊരു വലിയ തട്ടിപ്പാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാം എന്ന് പറയും. നമ്മളുടെ ആദ്യം നമ്മളുടെ വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ നമുക്കിങ്ങനെ ബന്ധപ്പെട്ട് അവർ പറയും, നിങ്ങൾ ഒരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 20 രൂപ കിട്ടും. ഇങ്ങനെയുള്ള ചില നമ്മളെ നമ്മളെ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടിയുള്ള ചില സ്കീംസുമായിട്ട് വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം കണ്ടുവരുന്ന പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 10 രൂപ ഇട്ടാൽ അപ്പോഴേക്കും 20 രൂപ കിട്ടും. ആദ്യമൊക്കെ അവർ പൈസ തന്ന് നമ്മളെ കംപ്ലീറ്റ് വിശ്വാസത്തിലെടുക്കും. എടുത്തതിന് ശേഷം
നമ്മൾ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് അവർ ആ കമ്പനിയെ വാനിഷ് ആവും, ആ നമ്പറെ വാനിഷ് ആവും. ഈ ഒരു ക്രൈമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്രിമിനൽ നമ്മൾ ആദ്യം ഒന്ന് പേഴ്സണലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യും. എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടാൻ ഒക്കും, അതിന് ശേഷമാണ് പതുക്കെ അതിനറിയാം. അപ്പോൾ ഒരു കുറച്ച് എമൗണ്ട് ഇടുമെങ്കിൽ നമുക്ക് ആ പൈസ കിട്ടും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നോക്കുന്നു, അവരുടെ കമ്പനിയുടെ പേരിലായിരിക്കാം നമുക്ക് കോൺടാക്ട് ചെയ്യുന്നത്, ഒരു ABC കമ്പനി എന്ന പേരിലായിരിക്കാം നമ്മുടെ അടുത്ത് വരുന്നത് ഇതിന് വേണ്ടി, ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി. പക്ഷേ നമ്മളുടെ നിന്ന് പേയ്മെൻറ്റ് അവർ വാങ്ങിക്കുമ്പോൾ അതൊരു മൊബൈൽ നമ്പറിലായിരിക്കും അവർ വാങ്ങിക്കുന്നത്. നിങ്ങൾ ഈ മൊബൈൽ നമ്പർ ഗൂഗിൾ പേ ചെയ്യൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു കമ്പനി എന്ന് പറഞ്ഞാലും പേയ്മെൻറ്റ് പോകുന്ന ഒരു മൊബൈൽ നമ്പറിലാണ്. അവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, അവിടെ തന്നെ നമുക്ക് അവിടെ ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ നമുക്ക് കാണാൻ നോക്കും. കാരണം ഒരു അക്കൗണ്ട് നമ്പർ, ഒരു കമ്പനി അക്കൗണ്ട് നമ്പർ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഒരു മൊബൈൽ നമ്പറിൽ പോകുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു കമ്പനി ഒരു ഫേക്കാണ്, നമ്മൾ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങൾ. Digital India, catalyzing New India's decade. ലോകത്തെ ഏറ്റവും വലിയ ഡാറ്റാ ശേഖരമാണ് നമ്മുടെ ആധാർ സംവിധാനം. ആധാർ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ തടയാൻ കേന്ദ്ര സർക്കാർ നൂതന സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയേറെ ക്രൈം നടക്കുമ്പോഴും അതിന് പ്രതിവിധിയായിട്ട് നമ്മളെ കേന്ദ്ര സർക്കാർ പല ഇനിഷ്യേറ്റീവ്സ് ത്രൂ അതിന് നമ്മൾ പറയുന്നത് സിറ്റിസൺ സെൻട്രിക്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ അത് കൊണ്ടുവന്നത്. ഇനിഷ്യേറ്റീവിൻ്റെ പേരാണ് ടഫ്കോ. അത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അതിതാണ് ഇപ്പം ഒരു പക്ഷേ എൻ്റെ ഒരു ഫോട്ടോ ID വെളിയിൽ എവിടെയെങ്കിലും ഒരു ക്രിമിനലിന് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പേരിൽ സിം എടുത്ത് ഉപയോഗിച്ച് ക്രൈം ചെയ്യാൻ നോക്കും. അപ്പോൾ എനിക്ക് വേണ്ടുന്നത് ഇന്നെനിക്ക് എൻ്റെ പേരിൽ എത്ര സിം കാർഡ് ഇന്ത്യയിൽ ഓടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര നടക്കുന്നു, എത്ര സിം കാർഡ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കും. അതിനാണ് ടഫ്കോപ്പ് എന്നുള്ളൊരു സംവിധാനം കേന്ദ്ര സർക്കാർ തന്നേക്കുന്നത്. ആ സംവിധാനം നമ്മൾ പോയിട്ട് നമ്മളെ മൊബൈൽ നമ്പറും നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പേരിൽ എത്ര നമ്പർ ഉണ്ട് എന്നവർ ലിസ്റ്റായിട്ട് കാണിക്കും. അപ്പം നമ്മൾ നോക്കും, ആ നമ്പർ ഏതെങ്കിലും നമ്പർ നമ്മളുടെ അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനും നോക്കും. ലോകത്തിലുള്ള ഏറ്റവും വലിയൊരു ബയോമെട്രിക് ഡാറ്റാബേസ് ഇന്ത്യയിലുള്ള ആധാറാണ്. അപ്പോൾ ഈ ആധാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നേക്കുന്നത് UIDI.gov എന്നുള്ളതാണ്. അതിൽ നമുക്ക് നമ്മളുടെ ആധാർ കാർഡ് നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എൻ്റെ ആധാർ കാർഡ് ആരൊക്കെ എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന് നമ്മൾ ആധാർ ഓതൻറ്റിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയാം. അതിൽ നമ്മൾ പോയിട്ട് നമ്മൾ ആധാർ ഇതുവരെ നമ്മൾ എവിടെയെല്ലാം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ നോക്കും. രണ്ടാമത്തെ കാര്യം, അതിൽ നമുക്ക് ബ്ലോക്ക് ബയോമെട്രിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പററി നമ്മളെ ബയോമെട്രിക് നമുക്ക് ലോക്ക് ചെയ്യാൻ നോക്കും. ലോക്ക് ചെയ്താൽ നമ്മൾ ആധാർ കാർഡ് പിന്നെ ആരും ഉപയോഗിക്കില്ല. ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊരു സിം കാർഡ് എടുക്കാൻ പോയപ്പോൾ ഞാൻ ആധാർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. ഞാൻ സിം കാർഡ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഫിംഗർ വെച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ആധാർ വർക്ക് ചെയ്യുന്നില്ല. അതിനർത്ഥം ഞാനത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ ആയത്. അപ്പോൾ ഞാൻ വീണ്ടും അൺബ്ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് എൻ്റെ ബയോമെട്രിക് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടെമ്പററി ബ്ലോക്ക് ചെയ്യാൻ നോക്കും ആധാർ കാർഡിൽ പോയിട്ട്. പല സമയങ്ങളിലും പല ആൾക്കാരും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ, ഒരു ഹോട്ടൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുമ്പോൾ അവർ നിങ്ങളെ ഫോട്ടോ ID ചോദിക്കും. അവർ പറയും നിങ്ങൾ ആധാർ കാർഡ് തന്നെ തരണമെന്ന് പറയും. ഓക്കെ, കൊടുക്കാം, നമുക്ക് അതിന് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോൾ ഈ നമ്മുടെ UIDI സൈറ്റിൽ ഒരു വേറെ ഓപ്ഷനുണ്ട്, ഡൗൺലോഡ് മാസ്ക്ഡ് ആധാർ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ 12 ഡിജിറ്റുള്ള നമ്പറാണ്. അതിൽ ആദ്യത്തെ 8 ഡിജിറ്റ് അവർ ബ്ലോക്ക് ആക്കിയിട്ട് ലാസ്റ്റ് 4 ഡിജിറ്റ് മാത്രമുള്ള ആ ആധാർ കാർഡ് നമ്മൾ പറയുന്നത് മാസ്ക്ഡ് ആധാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഫോട്ടോ ID ചോദിക്കുന്നെങ്കിൽ നമ്മൾ ഈ ആധാർ കാർഡ് കോപ്പിയാണ് കൊടുക്കാറുള്ളത്. സാധാരണ നമ്മൾ ഒറിജിനൽ ആധാർ കാർഡ് ഒരിക്കലും കൊടുക്കരുത്. പക്ഷേ ഒരു ബാങ്കിലാണെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പണവിക്രയം ചെയ്യാനുള്ള സ്ഥലമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒറിജിനൽ ആധാർ കൊടുക്കേണ്ടി വരും. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാസ്ക്ഡ് ആധാറാണ് കൊടുക്കേണ്ടത്. അതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു കാര്യം.
ഇന്ന് പേരൻസിൻ്റെ എല്ലാം മൊബൈൽ മാക്സിമം ഉപയോഗിക്കുന്നത് കുട്ടികളാണ്. ചതിയിൽ പോകാനുള്ള ഒരു ചാൻസസും കൂടുതൽ കുട്ടികൾക്കാണ്. കാരണം ഇപ്പോൾ കുട്ടികൾ തന്നെ വീട്ടിലിരുന്ന് സെർച്ച് ചെയ്ത് പല ഹാക്കിങ് വരെ ചെയ്തിട്ട് പല കേസുകളിലും കുട്ടികൾ അത് ഇൻവോൾവ് ആണ്. കാരണം നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. പക്ഷേ ഈ ചീത്തയാണെങ്കിൽ അതിന് ക്രിമിനലാക്കാനുള്ളൊരു പ്രവണതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പാഠ്യ പദ്ധതിയിൽ അല്ലെങ്കിൽ സിലബസിൽ ഇതിൽ നമ്മൾ ഈ സൈബർ സെക്യൂരിറ്റി ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ ഒരു സൈബർ ക്രൈം നമുക്ക് നിർത്തണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒക്കില്ല. നമ്മളെല്ലാവരും, അത് പോലീസാവാം, ബാങ്കാവാം, ഗവൺമെൻറ് ആവാം, സ്കൂൾസ് ആവാം, പിന്നെ നമ്മൾ ഒരു മൊബൈൽ യൂസറും, നമ്മളെല്ലാവരുടെ കോൺട്രിബ്യൂഷൻ ഒന്നിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ സൈബർ ക്രൈം കുറയ്ക്കാനെങ്കിലും സാധിക്കൂ. भारत दुनिया की अग्रणी डिजिटल इकोनॉमी में से एक है. हमारा देश बड़े पैमाने पर डिजिटली कनेक्ट हो रहा है. ऐसे में साइबर क्राइम का खतरा भी, जैसा आप लोगों ने कहा, ये लगातार बढ़ रहा है. इसलिए जिस सॉल्यूशन पर आप काम कर रहे हैं, ये भारत के फ्यूचर के लिए बहुत महत्वपूर्ण है. लेकिन जैसे मैंने कहा, ये वन टाइम सॉल्यूशन नहीं होता है. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പിൻബലം എന്നും രാഷ്ട്ര വളർച്ചയ്ക്ക് അനിവാര്യമാണ്. എന്നാൽ ഈ രംഗത്തെ തട്ടിപ്പുകൾക്കെതിരെ നാം കരുതിയിരിക്കുക തന്നെ വേണം. ഇതിനായി കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. മറ്റൊരു ജനോപകാരപ്രദമായ വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.